അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുറഞ്ഞ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഈ വിഷയത്തിൻ്റെ മർമ്മമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും നന്മയെ തേടുന്ന ഒന്നാണ്. അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൽ നന്മ നിക്ഷേപിച്ചിട്ടുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യ മനസ്സിൽ തഖ്വയുമുണ്ട്, ഫുജൂറുമുണ്ട്, ഭക്തിയുമുണ്ട്, ദുഷ്ടതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു വലിയ തെറ്റിലേക്ക് പോകുമ്പോഴും നന്മയിലേക്കും അടങ്ങണമെന്ന് മനുഷ്യൻ്റെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും, ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇവിടെയും എത്ര വലിയ തിന്മകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴും മനുഷ്യൻ്റെ മനസ്സ് ആവശ്യപ്പെടുന്നത് നന്മയെയാണ്. എത്ര വലിയ അധാർമികതയിൽ മനുഷ്യൻ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സ് ആത്യന്തികമായി ധാർമ്മികതയെ, നീതിയെ, നന്മയെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ പൊതുവിൽ മനുഷ്യർ സമൂഹത്തിൽ കാണാൻ പറ്റും. കാരണം വളരുന്ന തലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളാണ്, ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സംസാരങ്ങളാണ്. തിന്മകൾ നിരന്തരമായി അതിൻ്റെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറേ ഉദാഹരണങ്ങൾ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഞാനതൊന്നും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കൂ, ലഹരി പരുകി വ്യാപിച്ചു. കേരള നിയമസഭയിൽ നടന്ന ഒരു ചർച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കഴിഞ്ഞ വർഷം നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾക്ക്, കക്ഷികൾക്ക് എല്ലാ കാര്യത്തിലും രണ്ട് അഭിപ്രായങ്ങളാണ് മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത്. ഭരണകക്ഷിയുടെ അഭിപ്രായത്തെ പ്രതിപക്ഷം എതിർക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതിനെ ഭരണപക്ഷം എതിർക്കും. എന്നാൽ കേരള നിയമസഭയിൽ വളരെ അപൂർവമായി എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന കാര്യങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ യുവാക്കൾക്കിടയിൽ ലഹരി വ്യാപിക്കുന്നു എന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വൈകാരികമായ ഒരു പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 2000-ഓളം സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്കടിമപ്പെട്ടതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കൊച്ചി തുറമുഖത്ത് 1500 കോടിയുടെ MDMA കപ്പലിൽ കണ്ടെയ്നറിൽ വന്നൊരു സംഭവം കഴിഞ്ഞ വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 1500 കോടിയുടെ MDMA ആഫ്രിക്കയിൽ നിന്ന് ഫ്രൂട്ട്സ് വരും അതിൻ്റെ കൂടെ വന്നു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഒരു വർഷം ഭക്ഷണം കൊടുക്കാൻ അത്രയും തുക ആവശ്യമായി വരില്ല. അതിനേക്കാൾ എത്രയോ വലിയ തുകയുടെ ലഹരിയാണ് കേരളത്തിലേക്ക് എത്തിയത്. വാർത്തകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളുടെ വ്യാപാരികളെ പിടികൂടുന്നതിൻ്റെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോഴി ഫാമിൽ നിന്ന്, ചിക്കൻ ഫാമിൽ നിന്ന് ചാക്ക് കണക്കിന് കഞ്ചാവാണ് പിടിച്ചെടുത്തത്. അഥവാ മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, MDMA പോലെയുള്ള മാരക രാസലഹരിയുടെ ഉപയോഗം ബാംഗ്ലൂർ പോലെ, മുംബൈ പോലെ, ചെന്നൈ പോലെ, ഡൽഹി പോലെയുള്ള ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമല്ല,
കേരളത്തിലെ വലിയ വലിയ നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിൽ പോലും സുലഭമായി ലഭിക്കുന്ന വലിയ വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. ഇത് ലോകത്തെമ്പാടുമുള്ള കാഴ്ചയാണ്. ഈ ലഹരിയുടെ അമിതമായ ഉപയോഗം, ലൈംഗികമായി കുത്തഴിഞ്ഞ ജീവിതം, എല്ലാ വൃത്തികേടുകളും ഓരോ ദിവസവും മനുഷ്യൻ പരസ്യമായി ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങൾ നോക്കൂ. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ നിന്നുള്ള ഒരു കാഴ്ചയുണ്ട്. എന്തറിയോ? അത് സൗണ്ട് ഉണ്ടോ അതിന്? ഓക്കെ, നിങ്ങളൊരു പക്ഷേ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. എന്നാൽ ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. കണ്ടാൽ ഭീകരമായ കാഴ്ചയാണ്, പേടി തോന്നുന്ന കാഴ്ചയാണ്. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞു. നാലുകാലിൽ മനുഷ്യൻ മുട്ടിലിഴയുന്ന, തലപൊക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷമാണ് മനുഷ്യനുണ്ടാകുന്നത്. ആ പ്രദേശത്തേക്ക് തൊട്ടയൽ രാജ്യത്ത് നിന്ന് വ്യാപകമായി മയക്കുമരുന്നുകൾ വരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ആളുകളുടെ ശരീരപ്രകൃതി രണ്ടുകാലിൽ നട്ടെല്ലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, അങ്ങേയറ്റം കാണാൻ കഴിയാത്ത ദയനീയമായ കാഴ്ചയിലേക്ക്, അതുകൊണ്ട് അത്തരം കാഴ്ചയിലേക്ക് മനുഷ്യൻ വഴിമാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പ് അമേരിക്കയിൽ നിന്ന് നമ്മൾ കേട്ടത്, മുമ്പ് യൂറോപ്യൻ നാടുകളിൽ നിന്ന് നമ്മൾ കേട്ടത്, ഇവിടെ നേരത്തെ നടന്ന സംസാരങ്ങളിലൊക്കെ വിശദീകരിക്കപ്പെട്ടതുപോലെ യൂറോപ്പിലാണ് ഏറ്റവും ഉയർന്ന സംസ്കാരമുള്ളത്, അമേരിക്കയിലാണ് ഏറ്റവും ഉയർന്ന പുരോഗമനം സ്വീകരിച്ച സമൂഹമുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവരെ അനുകരിക്കാൻ, അവർ സ്വീകരിച്ച ജീവിത ശൈലി സ്വീകരിക്കാൻ, അവർ കൊണ്ടു നടക്കുന്ന വഴിവിട്ട ആശയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിച്ചപ്പോ നമ്മുടെ കേരളത്തിലും സമാനമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഇവിടെയും ലഹരി പെരുകുകയാണ്, ഇവിടെയും ലഹരി വ്യാപിക്കുകയാണ്, ഇവിടെയും ലൈംഗിക അരാജകത്വം ഉണ്ടാവുകയാണ്. വൃത്തികെട്ട കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് മനുഷ്യൻ വഴിമാറി സഞ്ചരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, കാലത്തിന്റെ അവസാന നാളുകൾ വരും, അന്ന് വഴിയരികിൽ കടന്ന് വ്യഭിചരിക്കുന്നവനോട് നീ ആ മതിലിനപ്പുറത്തേക്ക് കടന്ന് വ്യഭിചരിക്കുക എന്ന് പറയുന്നവനായിരിക്കും ഏറ്റവും വലിയ ഈമാനുള്ളവൻ എന്ന് പറയുമ്പോ നോക്കി നിങ്ങൾ, നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണ്? ചില റിയാക്ഷൻ വീഡിയോസിന്റെ ആളുകളുണ്ട്, അവരിങ്ങനെ നടന്ന് ഒരു മോശമല്ലാത്തൊരു ഫോണും ഒരു മൈക്രോഫോൺ, യൂട്യൂബ് പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റിയ മൈക്രോഫോൺ ഉണ്ടായാൽ എല്ലാവരും ബ്ലോഗർമാരാണ്. ഇവിടെ എല്ലാവരും ചാനൽ നടത്തുന്ന ആൾക്കാരാണ്. എന്നിട്ട് കുട്ടികളോട് പോയിട്ട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കണം, എല്ലാ വൃത്തികേടും ചോദിക്കും. ഒരു നാണവുമില്ലാതെ ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യതയിലേക്ക് വരെ ഇവർ കടന്നു ചെല്ലും. ഒരു പെൺകുട്ടിയോട് ചോദിക്കാം, നിന്നോട് സെക്സ് ചോദിച്ചാൽ, നിന്റെ ശരീരം ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെട്ടാൽ നീ എന്തു ചെയ്യും? അതിനാ കുട്ടി പറയുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സാധാരണഗതിയിൽ എന്താ ഒരു മനുഷ്യൻ പറയേണ്ടത്? അല്ലേ? അത് തിന്മയാണ്, അത് തെറ്റാണ്, അത് പാടില്ലാത്തതാണ്, അത് അബദ്ധമാണ്, അത് തിന്മയാണ്, കുറ്റകൃത്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കും. താല്പര്യമുണ്ടെങ്കിൽ യെസ് പറയും, ഇല്ലെങ്കിൽ നോ പറയും, അത്രേ ഉള്ളൂ. ഫ്രണ്ടാണ്. പക്ഷെ ഇന്ന് ലോകം ഒത്തിരി മാറിപ്പോയി. എല്ലാവരും വളരെ ആക്സസിബിൾ ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് വലിയ ഭയങ്കര സെക്സ് ചോദിക്കുന്ന എന്തോ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. ഇഫ് ഐ ഫീൽ ലൈക്ക് സെയിങ് നോ അതാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇഫ് ഐ ഫീൽ ലൈക്ക് അത് കുഴപ്പമില്ല എന്നാണെങ്കിൽ യെസ്. എന്താ പറഞ്ഞത്? സെക്സ് ചോദിച്ചാൽ എന്ന് മറുപടി പറയും. അങ്ങനെ ചോദിക്കുന്നത് ഇപ്പം അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പഴയ കാലമല്ലല്ലോ, പുതിയ കാലമാണ്. എല്ലാത്തിനും ന്യായീകരണമാണ്. കാലം മാറുമ്പോൾ എന്ത് വൃത്തികേടും ചെയ്യാന്നാണ്. അതുകൊണ്ട് ചോദിക്കുന്ന ഒരു തെറ്റല്ല, അത് നിങ്ങൾ തെറ്റായിട്ടൊന്നും കാണണ്ട. എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എസ് എന്ന് പറയും, എനിക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാൻ നോ എന്ന് പറയും.
എനിക്കപ്പോ ഒരു താല്പര്യം തോന്നുകയാണെങ്കിൽ എന്നോട് വന്നിട്ട് ആര് ചോദിച്ചാലും ഞാൻ ഓക്കെ എന്ന് പറയും. എനിക്കൊരു സുഹൃത്ത് ഒരു വീഡിയോ ക്ലിപ്പ് ഒരു തവണ അയച്ചത്, അതിലുള്ളത് ആ വീഡിയോ ചിത്രീകരിക്കുന്ന ആള് സമൂഹത്തിനോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? അയാൾ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ഒരു സ്ത്രീയോട് ചോദിക്കാണ്, അങ്ങനെ പരസ്യമായി പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല. അപ്പോ പിന്നെ ആ സ്ത്രീയോട് ചോദിക്കാണ്, എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, കുറച്ച് ഓപ്പണായി പറഞ്ഞാൽ ഞാൻ സെക്സ് ചെയ്താലോ? ഓപ്പണായിട്ട് ചോദിക്കാണ്. ആ സ്ത്രീ ആകെ ബേജാറായി വിഷമിച്ച്. അപ്പൊ അവൻ പറയാണ്, കുഴപ്പമില്ല, നോ ആണെങ്കിൽ പ്രശ്നമില്ല, ഞാൻ പോയിക്കോളാം. അപ്പൊ ഇങ്ങനെയാവണം സമൂഹം എന്നാണ് പറയുന്നത്. ഏത് വഴിയരികിലൂടെ പോകുന്നവനോടും ഇത് ചോദിക്കാനും യെസ് ഓക്കെ എന്ന് പറയുമ്പോ എന്നാ ശരി നമുക്ക് പോകുക എന്ന് പറയാനും പറ്റാവുന്ന ഒരു വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് ഈ നാടിനെയും നമ്മുടെ കൊച്ചു കേരളത്തെയും വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ഇവിടുത്തെ ആളുകൾ വളരെ ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അല്ലേ? അതിന്റെ ദുരന്തങ്ങൾ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിസന്ധി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കി, ലൈംഗിക അരാജകത്വം ഉണ്ടാകുമ്പോ ഒരു നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവിടെ ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകും. ഇവിടെ ചില ആൾക്കാരെ വീഡിയോസ് ഒക്കെ കാണിച്ചല്ലോ. എന്താണ് ഇതൊക്കെ അത്ര വലിയ പ്രശ്നമാണോ? ചോദിച്ചാൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരുന്നാ പോരെ? രണ്ടാൾക്ക് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ ചോയ്സ് അല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഇത്തരം തിന്മകളിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ഈ സമൂഹത്തെ മാരകമായി അത് ബാധിക്കും. ഇവിടെ ലൈംഗിക രോഗങ്ങൾ പെരുകും, എയ്ഡ്സ് അധികം ഉണ്ടാകും, ഗൊണേറിയ ഉണ്ടാകും, സിഫിലിസ് ഉണ്ടാകും. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞു പോലും ഒരുപക്ഷെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് എയ്ഡ്സ് രോഗിയായി ജനിച്ചു വീഴും. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു ഏജന്റുമായിട്ട് ഒരു തവണ സംസാരിച്ചു. അപ്പൊ അങ്ങനെ സംസാരിച്ചു ഞാൻ ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന മേഖല ഏതാണ്? അദ്ദേഹം പറഞ്ഞത് എയ്ഡ്സ് രോഗികൾക്കാണ് പരിചരണം, ഞങ്ങൾ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായവും വിദ്യാഭ്യാസമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ഉൾക്കൊള്ളുന്ന താലൂക്കിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്ര എയ്ഡ്സ് രോഗികൾ നിങ്ങളുടെ കണക്കിലുണ്ട്? എന്റെ കണക്കിൽ അദ്ദേഹം പറഞ്ഞ 200-ലധികം എയ്ഡ്സ് രോഗികളുണ്ട്. പാവപ്പെട്ട ആളുകളുടെ നമ്മൾ പുറത്തറിയാം, സമ്പന്നന്മാരുടെ ഇത് പുറത്തറിയില്ല. അവരെ ആരും അറിയാതെ അങ്ങനെ ജീവിച്ചു പോകും. ജീവിക്കാൻ വകയില്ലാത്തവനെ നമ്മൾ സഹായിക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇവിടെ ചില കുട്ടികളുണ്ട് സ്കൂളുകളിൽ പഠിക്കുന്നവർ, അവർക്കറിയില്ല ഞാനൊരു എയ്ഡ്സ് രോഗിയാണെന്ന്. സമൂഹം അറിഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങും. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് എയ്ഡ്സ് ഉണ്ടാകുന്നത്? അതാ മാതാവ് എയ്ഡ്സ് രോഗിയായിരുന്നു, ഗർഭത്തിലൂടെ കുട്ടി എയ്ഡ്സ് രോഗിയായി ജനിച്ചു വീണു. മാതാവിന് എവിടെ നിന്ന് കിട്ടി? പിതാവ് മറ്റെവിടെയോ ജോലിക്ക് പോയി, അവിടെ ആ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട അയാൾ എയ്ഡ്സ് രോഗിയായി വീട്ടിൽ വന്ന് തന്റെ കുടുംബത്തിന് ഇണക്കു കൊടുത്ത് ഇണയിലൂടെ ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത ഒരു കുഞ്ഞ് എയ്ഡ്സ് എന്ന മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത മാറാരോഗത്തിന്റെ ഉടമയായി ജനിച്ചു വീഴുമ്പോ രണ്ടാളുകൾ പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗികതയിൽ ഏർപ്പെട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സ്വവർഗ സ്വതന്ത്രവാദികളെ, ലൈംഗികതക്ക് വെള്ളപൂശുന്നവരെ, വൃത്തികേടുകളെ സൈദ്ധാന്തികവൽക്കരിക്കുന്നവരെ, ഇത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രതികൾ നിങ്ങളാണ്. ഉറക്കെ പറയാൻ ഒരു മടിയുമില്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മാറാരോഗത്തിന്റെ ഉടമകളായി ജനിച്ചു വീഴുന്ന ദയനീയ കാഴ്ച ഈ നാട്ടിൽ ഇനിയും ഉണ്ടാകാൻ പാടില്ല. നോക്കി, കഴിഞ്ഞ ജൂലൈ 17 കേരളത്തിലെ ചില ചാനലുകൾ പുറത്തുവിട്ട വാർത്തയിലെ ഒരു വാർത്ത, റിപ്പോർട്ടർ ടിവിയിലെ ഒരു വാർത്താശകലം നമ്മളൊന്ന് കേൾക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്ന് സാനുവിക്ക് ലഭിച്ച വിവരാവകാശ രേഖ പ്രകാരം പുരുഷ സ്വവർഗാനുരാഗികളിൽ എയ്ഡ്സ് ബാധ കൂടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. 308-ൽ നിന്ന് 360-ലേക്ക് ഒരു വർഷം വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്? യെസ്, നിങ്ങൾ ആ ശബ്ദത്തിനിടയിൽ വാർത്ത കേൾക്കാൻ കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. എന്താ പറയുന്നറിയോ? ഒരു പ്രധാന വാർത്തന്ന് ഈ കഴിഞ്ഞ ജൂലൈ 17 വന്ന വാർത്തയാണ്. ഒരു പ്രധാന വാർത്ത ഇവിടെ റിപ്പോർട്ട് ചെയ്യാണ്. എന്താണ്? കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു.
അല്ലേ? പാഠ്യപദ്ധതിയിലൂടെ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉദാര ലൈംഗികതയുടെ അനന്തരഫലം കേരളീയ സമൂഹം അനുഭവിച്ചു തുടങ്ങുകയാണ്. എന്താ പറഞ്ഞത്? കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ? ആർക്കാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗമുണ്ടാകുന്നത്? അതിവിടെ വിശദീകരിച്ചു. കൂടുതൽ സ്വവർഗാനുരാഗികളാണ്, പുരുഷ സ്വവർഗാനുരാഗികൾക്കാണ്. ആർക്കാണ്? പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ സംസ്കാരം സ്വീകരിച്ച ആളുകളിലാണ് കൂടുതലായും എയ്ഡ്സ് രോഗം പെരുകുന്നത്. ഇതെവിടുത്തെ വാർത്തയാണ്? മുംബൈ ചുവന്ന തെരുവിലെ വാർത്തയല്ല, യൂറോപ്യൻ നാടുകളിൽ നിന്നുള്ള വാർത്തയല്ല, അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടല്ല, നമ്മുടെ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുന്നു. അതുതന്നെ ഏറ്റവും അധികം പുരുഷ സ്വവർഗാനുരാഗികളിലാണ് കാണുന്നത്. സുഹൃത്തുക്കളെ, ഈ കേരളത്തിലും ലഹരി പെരുകുമ്പോ, കേരളത്തിലും ലൈംഗിക രോഗങ്ങൾ പെരുകുമ്പോ, കേരളത്തിന്റെ തെരുവോരങ്ങളിലും ക്യാമ്പസുകളിലും നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം സമ്മതമുണ്ടെങ്കിൽ യാതൊരുവിധ വിവാഹത്തിലേക്ക് പോകാതെ തന്നെ ലൈംഗികതയിൽ ഏർപ്പെട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സംസ്കാരത്തിന്റെ ആളുകൾ ഉണ്ടാകുമ്പോ എങ്ങനെയാണ് ഈ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിയത്? ആരാണ് ഈ സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത്? ആരാണ് ഇത്തരം ഒരു ജീവിത ക്രമം നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ ആശയം എവിടെ നിന്നാണ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് നമ്മുടെ ടൈറ്റിലുള്ളത്. ലിബറലിസം സർവനാശം. സ്വതന്ത്രവാദം എന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് അങ്ങേ അറ്റത്തെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാശയം അത് പല പല മാധ്യമങ്ങളിലൂടെ നമ്മുടെ ആളുകളുടെ മനസ്സുകളിൽ കുത്തിവെക്കുന്നു. അവർ പതുക്കെ പതുക്കെ അതിന്റെ ആളുകളായി മാറുന്നു. ലിബറലിസം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതിന്റെ ചരിത്രം ഇതാണ്, അതിന്റെ ഫിലോസഫി ഇതാണ് എന്നൊന്നും പറഞ്ഞിട്ടല്ല ലിബറലിസം കടന്നു വരുന്നത്. അത് സിനിമകളിലൂടെ കടന്നു വരുന്നു, അത് സീരിയലുകളിലൂടെ കടന്നു വരുന്നു, അത് ഗെയിമുകളിലൂടെ കടന്നു വരുന്നു, അത് കാർട്ടൂണുകളിലൂടെ കടന്നു വരുന്നു, അത് വ്ളോഗർമാരുടെ വ്ളോഗുകളിലൂടെ കടന്നു വരുന്നു, അത് വെബ് സീരീസുകളിലൂടെ കടന്നു വരുന്നു, അത് മലയാള ചാനലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ കടന്നു വരുന്നു. അത് നമ്മുടെ കുട്ടികൾ നിരന്തരമായി കാണുന്ന ഭക്ഷണം പാകം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ചാനലുകൾ, വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചാനലുകൾ, ട്രാവലിംഗുമായി ബന്ധപ്പെട്ട ചാനലുകൾ, ഇതിലൂടെയെല്ലാം പല 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 സമയങ്ങളിലായി ഒരു ദിവസം ഒരു കുട്ടിയുടെ കണ്ണിൽ മിന്നിമറഞ്ഞു പോകുന്ന മണിക്കൂറുകൾ നീണ്ട കാഴ്ചക്കിടയിൽ അതിങ്ങനെ സംഭവിക്കുകയാണ്. ബോധപൂർവമായി അത് കുട്ടികളിൽ സന്നിവേശിപ്പിക്കാൻ നമ്മളറിയാതെ ശക്തമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഇതിന്റെ മേഖല എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ എന്നുള്ളത് പൊതുവിൽ നമ്മളൊക്കെ മാറി നിൽക്കുന്ന തീർത്തും ഹറാമായ ഒരു മാധ്യമമാണ്. പക്ഷെ നമ്മളിവിടെ പറയുന്നതിനാ, കോടാനക്കോടി മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. ലക്ഷോപലക്ഷം മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനമാണ് സിനിമ. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ടിവിടെ പുരുഷ സ്വവർഗാനുരാഗത്തിന് അല്ലേ, നോക്കി, പുരുഷ സ്വവർഗാനുരാഗത്തിന് പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധമെന്ന ഒരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അതിനെ സാമാന്യവൽക്കരിക്കുന്നത് സ്വാഭാവികമാണെന്ന് പഠിപ്പിക്കുന്ന ബോധപൂർവം അത്തരം സിനിമകളിലൂടെ ഈ ആശയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാണ്. യഥാർത്ഥത്തിൽ സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത് ഒരു തിന്മയാണ്, ഒരു മെന്റൽ ഡിസോർഡറാണ്, ഒരു മാനസിക രോഗമാണ്. ഞാൻ ആ ഏരിയ വല്ലാണ്ട് വിശദീകരിക്കുന്നില്ല. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ DSM എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ മെന്റൽ ഡിസോർഡറുകളുടെ
അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. പൊതുവിൽ സൈക്കാട്രിസ്റ്റുകളുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുക. മെന്റൽ ഡിസോർഡറുകൾ എന്തൊക്കെയെന്ന് 1960കളിൽ അതിന്റെ 1ാമത്തെ എഡിഷൻ പുറത്തിറങ്ങിയപ്പോ സ്വർഗരതി എന്നുള്ളത് അതിലെ ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തത്, ഒരു മാനസിക രോഗമായിട്ടാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇവിടുത്തെ സ്വർഗാനുരാഗികൾ അവർ നിരന്തരമായി അതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തി. ഈ ജെൻഡർ പൊളിറ്റിക്സുകാരുടെ അല്ലെങ്കിൽ സ്വർഗരതിക്കാരുടെ ഈ ആക്ടിവിസം കാരണം ഇവർക്കത് തിരുത്തേണ്ടി വന്നു. അപ്പോഴും സൈക്കാട്രിസ്റ്റുകളിൽ വലിയൊരു ശതമാനം ആളുകൾ പറഞ്ഞു അതങ്ങനെ തിരുത്താൻ പറ്റൂല, അത് മെന്റൽ ഡിസോർഡർ തന്നെ. കുറച്ചാളുകൾ ഈ സമരത്തിന് മുന്നിൽ ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. അവസാനം അത് വോട്ടിലിട്ടപ്പോഴാണ് എന്തുണ്ടായത്? ഈ എന്താ പറയാ, മെന്റൽ ഡിസോർഡർ ആണ് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയി. ഏകദേശം 1000 വോട്ടിന്റെ ഡിഫറൻസിന് ഒരു 3000-ലധികം വോട്ട് ഇത് മാനസിക രോഗമാണ് എന്ന് പറയുന്നവർക്ക് കിട്ടി. എന്നാൽ ഒരു 5000-ത്തിനടുത്ത് വോട്ടുകൾ മാനസിക രോഗമല്ല എന്ന് പറയുന്നവർക്ക് കിട്ടി. ഒരു വൈദ്യശാസ്ത്ര പഠനത്തിന്റെ ഗവേഷണത്തിന്റെ ഒരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിലല്ല ലൈംഗികത മാനസിക രോഗമല്ല എന്ന തിരുത്തലിലേക്ക് മനുഷ്യരെത്തിയത്. സമരങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തിരുത്തിയതാണ്. ആളുകളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ഒരു സാധാരണ മനുഷ്യൻ കുടുംബമായി പുരുഷനും സ്ത്രീയുമായി ജീവിക്കാണ് വേണ്ടത്. പക്ഷേ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം മാനസിക രോഗത്തെ സ്വാഭാവികത എന്ന് പഠിപ്പിക്കണം. സിനിമാ രംഗത്ത് എല്ലാവിധ വൃത്തികേടുകളും ആ നിലക്ക് വിരാജിക്കണം. നോക്കി നിങ്ങൾ, ഏറ്റവും അധികം മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു സിനിമാ നടൻ തൻ്റെ മകന് സിനിമയിൽ ഒരു അവസരം കിട്ടിയിട്ട് അതിൽ പോകേണ്ട എന്ന് പറഞ്ഞാൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരവസരം സിനിമാ രംഗത്ത് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അല്ലേ? നമ്മൾ തെറ്റായി കാണുന്നു, പക്ഷെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരവസരം കിട്ടുക പറഞ്ഞാൽ അതൊരിക്കലും മിസ്സാവൂല. പക്ഷേ സിനിമാ രംഗത്ത് കുറേ കാലമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്റെ മകന് അവസരം കിട്ടിയപ്പോൾ പറഞ്ഞയച്ചില്ല. നമ്മൾ ആ വീഡിയോ ഒന്ന് കേൾക്കും. 2 ആഴ്ച മുമ്പുണ്ടായ സംഭവം, എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടന്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നതല്ല, അവർ വിട്ടുന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്. കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ VC പറഞ്ഞതുപോലെ ഒരു വലിയ അപകടമാണ്. ഓക്കെ, ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെതിരെ സംസാരിക്കുന്നതിന് അദ്ദേഹം ഇത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംസാരത്തിൽ പറയുന്നുണ്ട്, ലൊക്കേഷനിൽ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ വെച്ച് ഒരു സിനിമാ നടൻ്റെ പല്ല് കൊടിഞ്ഞു പോയി. അത്രയധികം അയാൾ ലഹരി ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ബിഗ് സ്ക്രീനുകളിൽ വലിയ ഫാൻ ബേസ് ഉള്ള ഞങ്ങളുടെ താരമായി കാണുന്ന ആളുകൾ ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇത്തരം ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ലഹരിൽ മുങ്ങിക്കുളിച്ച ആളുകളാണ്. അതിന് അപവാദമായി നിൽക്കുന്ന ആളുകൾ ആ മേഖലയിൽ ഉണ്ടാകും. അല്ലവരെ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ഒരു സിനിമാ നടൻ തന്നെ തൻ്റെ മകനെ അതിലേക്ക് പറഞ്ഞേക്കേണ്ടതില്ല എന്ന തൻ്റെ ഭാര്യയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ അയാളെ പ്രേരിപ്പിക്കാൻ മാത്രം ആ മേഖല അത്ര കുത്തഴിഞ്ഞ മേഖലയാണ്. ഇത് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരം ലൈംഗിക വൈകൃതങ്ങളിലേക്ക്, സ്വതന്ത്രവാദങ്ങളിലേക്ക്, കുത്തഴിഞ്ഞ ജീവിതങ്ങളിലേക്ക് ആളുകളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇപ്പോ ഇവിടെ ഫറൂഖ് കോളേജിൽ ഒരു വിവാദമുണ്ടായി അടുത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ ഫിലിം ക്ലബ് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ അവിടുത്തെ കോളേജ് യൂണിയൻ പറഞ്ഞു ഇയാളങ്ങോട്ട് കടത്താൻ പാടില്ല, ഇദ്ദേഹത്തെ ഫിലിം ക്ലബ് ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരാൻ പാടില്ല. അയാളെ തിരിച്ചയച്ചു. കോഴിക്കോട് വരെ ഞാൻ യാത്ര ചെയ്തു.
എനിക്ക് വലിയ നഷ്ടമുണ്ടായി, എൻ്റെ സമയം നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വരികയും ഭയങ്കര ചർച്ചയൊക്കെ ചെയ്തു. നോക്കിയ അയാൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് കോളേജ് യൂണിയൻ തീരുമാനിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആശയമാണ്. അയാൾ എന്താണ് തന്റെ സിനിമകളിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ സമൂഹത്തെ മുഴുവൻ തച്ചു തകർക്കുന്ന, ഈ സമൂഹത്തിന്റെ മുഴുവൻ സാമൂഹിക അടിത്തറയെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആശയങ്ങളുമാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. നോക്കി, അദ്ദേഹം കുടുംബത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. കുടുംബം എന്നാൽ ദുഷിച്ച സമ്പ്രദായമാണ്. ഒന്ന് കേൾക്കിങ്ങള്. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. സമൂഹത്തിന്റെ അടിത്തറ കുടുംബമാണ്. കുടുംബം ഉണ്ടാകുമ്പോഴാണ് സമൂഹം ഉണ്ടാവുക. ഒരു മനുഷ്യന് സമാധാനം കണ്ടെത്താൻ കഴിയുന്നത്, ഒരു മനുഷ്യന് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നത്, ഒരു കുഞ്ഞ് പൂർണ്ണമായ വൈകാരികാരോഗ്യത്തോടെ മാനസികാരോഗ്യത്തോടെ വളരുന്നത് കുടുംബ സംവിധാനത്തിനകത്താണ്. കുടുംബമില്ലെങ്കിലോ, കുടുംബ സംവിധാനം ഇല്ലെങ്കിലോ, ഒരു മനുഷ്യന്റെ ശാരീരികമായ ആവശ്യമാണ് ലൈംഗികത. അപ്പോഴോ അതെവിടുന്ന് കിട്ടും? അതെവിടുന്നും പോയി സ്വീകരിക്കാം. ആകെ ഇയാൾ കുടുംബം വേണ്ട എന്ന് പറയാനുള്ള കാരണം തന്നെ അതാണ്. എന്താണ് കാരണം? വിവാഹേതര ബന്ധങ്ങൾ സ്വീകരിക്കാൻ കുടുംബം ഒരു തടസ്സമാണ്. എത്ര വൃത്തികെട്ട ആശയമാണ് ഈ ആളുകളൊക്കെ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എങ്ങനെ കിട്ടി നമ്മുടെ കുട്ടികൾക്ക്? എവിടെ നിന്ന് സെക്സ് ചോദിച്ചാലും അതെനിക്ക് സമ്മതാണെങ്കിൽ കൊടുക്കാന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് കുട്ടികൾക്കുണ്ടായത്? സുഹൃത്തുക്കളെ, ഈ ആളുകളുടെ സിനിമയാണ് കുട്ടികൾ കാണുന്നത്, ഈ ആളുകളുടെ പുസ്തകങ്ങളാണ് കുട്ടികൾ വായിക്കുന്നത്, ഇത്തരം ആളുകളുടെ വീഡിയോസാണ് നമ്മുടെ ഇവരെ വലിയ താരങ്ങളായി ഏറ്റി നടക്കുന്ന ആളുകളാണ് നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകളിലേക്ക് പോകാൻ കഴിയില്ല കുടുംബമുണ്ടായാൽ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും, സാരമില്ല, നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. യെസ്, മുപ്പര വലിയ പ്രശ്നപ്പതാണ്. ഞാൻ കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ ഒരാളെ കൊന്നിട്ട് വന്നിട്ട് എൻ്റെ ഭാര്യനോട് പറയണം, ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ പറയും, സാരല്ലേ പോട്ടെ. എന്നാൽ ഞാൻ വേറൊരാളുമായി ശരീരം പങ്കുവെച്ചു എന്ന് പറഞ്ഞാലോ, മുമ്പ് സ്നേഹിക്കുന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, പക്ഷെ ലക്ഷ്യത എന്ന് പറഞ്ഞാലോ ഭാര്യ എന്താ ചെയ്യുക? എന്നെ കൊല്ലും. അപ്പം അതുകൊണ്ട് ഭാര്യ വേണ്ട. എനിക്ക് തോന്നിയതുപോലെ എല്ലായിടത്തും തൻ്റെ ശരീരത്തിൻ്റെ ആവശ്യം നിർവഹിച്ചു പോകണം. ഞാൻ പറഞ്ഞത്, കലാലയങ്ങളിലെ കുട്ടികൾ ഈ സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി വാദിക്കുന്നത് വെറുതെയല്ല. അവരെ നയിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് ഇത്തരം ആളുകളാണ്. ഇത്തരം ആളുകളുടെ സിനിമകളാണ്. നമുക്ക് ഇയാൾ ഒരു സിനിമയെ ഇറങ്ങിയിട്ട് ആ സിനിമ കൊണ്ടുണ്ടാകേണ്ടുന്ന നേട്ടത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, അത് കേൾക്കിങ്ങള്. ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്രയും സന്തോഷിക്കും. എന്താ പറഞ്ഞത്? എന്റെ സിനിമ ഇറങ്ങിയിട്ട് ഒരു 10 കുടുംബം തകർന്നാൽ, ഒരു 10 കുടുംബം തകർന്നാൽ ഞാൻ അത്രയും സന്തോഷിക്കുന്നു. 10 ഡിവോഴ്സെങ്കിലും നടന്നാൽ ഞാൻ അത്രയും സന്തോഷിക്കുന്നു എന്ന് ഒരു മടിയുമില്ലാതെ പറയാൻ മാത്രം കുടുംബ സംവിധാനങ്ങളെ തച്ചു തകർക്കുകയാണ് ഇത്തരം ആളുകളുടെ സിനിമകളും സീരിയലുകളും ഇവരുടെ രചനകളും ഇവരുടെ ഇന്റർവ്യൂകളും ഒക്കെ നമ്മുടെ മക്കൾ കാണുന്നത്. ഇവരെയൊക്കെയാണ് താരങ്ങളായി സ്വീകരിക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണ് പുതിയ തലമുറയുടെ മനസ്സുകളിലേക്ക് സ്വതന്ത്രവാദം കടന്നു വരുന്നത്? എവിടെ നിന്നാണ് ലഹരി അത് എത്രയും ഉപയോഗിക്കാമെന്നൊരു ആശയത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നത്? എവിടെ നിന്നാണ് സ്വർഗഭോഗവും മറ്റു പലതും? അതൊന്നും അങ്ങനെ നിയന്ത്രിക്കപ്പെടേണ്ടതല്ല, ഓരോ ആളുകളുടെയും ഇഷ്ടമാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് മനുഷ്യൻ വഴിമാറുന്നത് എങ്ങനെയാണ്? ഈ സമൂഹത്തെ ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ആളുകളുടെ മനസ്സുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നത് ആരാണ്? ഇതുപോലെയുള്ള
ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്ക് നിങ്ങൾ, ഇത് മാത്രമല്ല, ഈ ലൈംഗിക രംഗത്ത് അരാജകത്വം മാത്രമല്ല, ഇത് മാത്രമല്ല, ലഹരിയെ സംബന്ധിച്ച ലഹരി തെറ്റാണെന്ന് പറയാത്ത ആരാളുള്ളത്? ലഹരി മനുഷ്യനെ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയാത്ത ആരാളുള്ളത്? ലഹരി മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുമെന്നറിയാത്ത ആരാണുള്ളത്? പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ആൾക്കാർ പറയുന്നതെന്നറിയോ? അതൊന്നും കുഴപ്പമില്ല, നശിപ്പിച്ചോട്ടെ, ഒരു ചെറിയ ജീവിതമുള്ള അടിച്ചു പൊളിക്കാം, ഉള്ളത് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഒരു കുട്ടിയോട്, വീഡിയോടെ കാണിക്കുന്നില്ല, ഒരു കുട്ടിയോട് ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ നാട്ടിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അപ്പോ അവൻ പറയാണ് കഞ്ചാവ് നിയമവിധേയമാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നീ ഇവിടെ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴേ, ഈ നാട് വികസിക്കണം, ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ക്ഷേമം ഉണ്ടാവണം, ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാണ്ടാവണം, എല്ലാ യുവാക്കൾക്കും ജോലി ഉണ്ടാകണം, ഇതൊന്നുമല്ല. എല്ലാവർക്കും പാർപ്പിടം ഉണ്ടാകണമെന്നല്ല, എല്ലാവരും പട്ടിണിയില്ലാത്തവരാകണമെന്നല്ല. എന്താ അവൻ പറഞ്ഞത്? ഈ നാട്ടിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, കഞ്ചാവ് നിയമവിധേയമാക്കണം. ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വിദേശ മദ്യം വാങ്ങാൻ കഴിയുന്നത് പോലെ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വെക്കപ്പെടുന്ന കാലം വരണം. എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് കിട്ടിയത്? ആരാണ് കുട്ടികളെ ഇത് പഠിപ്പിച്ചത്? എവിടെ നിന്നാണ്? നമ്മൾ വിചാരിക്കുന്ന പ്രശ്നമല്ല സുഹൃത്തുക്കളെ, ഇത് നമ്മൾ കരുതുന്നത്ര നിസ്സാരമല്ല. നമ്മുടെ വരും തലമുറ മുഴുവൻ നേരത്തെ ഫിലാഡൽഫിയയിലെ കാഴ്ച കണ്ടില്ലേ? അതുപോലെ ഈ തലശ്ശേരി നഗരത്തിൽ രണ്ടുകാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ യുവാക്കൾ ലഹരിയടിച്ച മാരകമായ മയക്കുമരുന്നടിച്ചിങ്ങനെ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ കഴിയാതെ ഇങ്ങനെ കടന്നാൽ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഇഴയുന്ന അവസ്ഥയുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവരത് പഠിപ്പിക്കുന്നത്? വലിയ മോട്ടിവേഷൻ സ്പീക്കറായി അറിയപ്പെട്ടിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ, അയാളുടെ വാചകങ്ങൾ, അയാളുടെ ന്യായീകരണങ്ങൾ, അയാളുടെ സിദ്ധാന്തങ്ങൾ ഭയങ്കര സംഭവമാക്കിയെടുക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യ സമയത്ത് ലിവിങ് ടുഗദർ, വിവാഹമില്ലാതെ തൻ്റെ ഒരു സ്ത്രീയോടൊപ്പം ജീവിച്ച തൻ്റെ മകൾക്ക്, മോളെ നീ നിനക്ക് പ്രായപൂർത്തിയായി, നീ നിന്നെ ഇഷ്ടമുള്ളവന്റെ കൂടെ പോയിക്കോ എന്ന് കത്തെഴുതി ഒടിച്ച ഒരു മനുഷ്യണ്ട്. അയാൾക്ക് സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റ് മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര സ്വീകാര്യതയാണ്. അയാൾ കഞ്ചാവിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, ലഹരിയെ കുറിച്ച് അയാൾ പറയുന്ന ഒരു വാചകം ഉണ്ടോ എന്ന് കേൾക്കും. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതിയധികം സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും, കേക്ക് കഴിക്കും, സകലതാനും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായി. ഒരുപക്ഷെ ഇവിടുത്തെ മുതിർന്ന ആളുകൾക്ക് ഇയാൾ അത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷെ ചെറുപ്പക്കാരോട് ചോദിച്ചറിയാം. ഇയാളുടെ ഒരു വീഡിയോക്ക് 10,000-കണക്കിന് ആൾക്കാർ വ്യൂവേഴ്സാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂവേഴ്സാണ്. ഇതൊക്കെ ആരാ കാണുന്നത്? നമ്മുടെ മക്കളാ കാണുന്നത്, നമ്മുടെ ചെറുപ്പക്കാരാണ് കാണുന്നത്. എന്താ അയാൾ പറഞ്ഞത്? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, നല്ല പുസ്തകം എഴുതാൻ, നല്ല റിക്രിയേഷൻ വർക്കുകൾ ഉണ്ടായി വരാൻ കഞ്ചാവ് അടിച്ചുണ്ടായി വരുന്നുള്ള മഹാമണ്ടത്തരമാണ് ഇയാൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇത് ഭയങ്കരമായി ഇയാൾ വാദിക്കുന്നുണ്ട്, ശക്തമായി ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ട്. നമ്മുടെ ഇത്തരം ആളുകളാണ് നമ്മുടെ സമൂഹത്തെ മഹാദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇത്തരം ആളുകളാണ് ആളുകളെ ഇവിടെ എല്ലാ നിയമം കൊണ്ടും ലഹരി ഇല്ലാതാക്കിയാലും ശക്തമായ നിയമനിർമ്മാണം നടത്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമാക്കി ഇവിടുത്തെ ലഹരി കച്ചവടം നിർത്തലാക്കാൻ വേണ്ടി അതിൻ്റെ ഭയങ്കരമായ എൻഫോഴ്സ്മെന്റ് ഒക്കെ ഇറക്കി. എന്നാലും കുട്ടികൾ ലഹരി ഉപയോഗിക്കും. കാരണം അവർ പഠിക്കുന്നത് ഇവരിൽ നിന്നാണ്. അവരെ ഗൈഡ് ചെയ്യുന്നത് ഇവരെ പോലെയുള്ള ആളുകളാണ്. അവരെ ഗൈഡ് ചെയ്യുന്നത് ഇവരെ പോലെയുള്ള ആളുകളാണ്. ഇവരെന്ത് നന്മയാണ് സമൂഹത്തിന് നൽകിയത്? എന്ത് ഗുണമാണ് ഇവരെ കൊണ്ട് സമൂഹത്തിനുണ്ടായത്? നിങ്ങൾ നോക്കൻ, ഏതുവരെ ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് അറിയാമോ? വൃദ്ധരായ മാതാപിതാക്കളെ വരെ
മക്കളുണ്ടായത് മാതാപിതാക്കളെ നോക്കാനാണ് എന്ന ആശയം തന്നെ തെറ്റാണ്. അയാൾ പറയുന്ന വാചകം ഒന്ന് കേൾക്കുങ്ങൾ. ഒരു പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശ് ചെലവാണ്. ഇനി അടുത്തത് എത്ര യൗവനമുള്ളവരുടെ ജീവിതം അതിൻ്റെ ചുറ്റിനും ഹോമിക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. പ്രയോജനരഹിതമായി ജീവിക്കരുത്. പറഞ്ഞു ഒരു യുവാവിന് വയസ്സായ വാപ്പയമ്മ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തൊരു കഷ്ടപ്പാടാണ്. ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, എങ്ങോട്ടാണ് ഇവർ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണിവർ? ഇയാൾ തുറന്നു പറയുന്ന ആൾക്കാരാരെന്ന് പറഞ്ഞു, തുറന്നു പറഞ്ഞു. ഞാൻ ഫ്രീ തിങ്കറാണ്. ഞാൻ 18ാമത്തെ വയസ്സിൽ പ്രഖ്യാപിച്ചൊരു കുട്ടിയോട് സംസാരിച്ചു. അവൻ പറഞ്ഞൊരു വാചകമുണ്ട്. മാതാപിതാക്കളോട് ഉള്ള ബാധ്യതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, അതിപ്പോൾ അവരെപ്പോഴോ ഒരു സുഖം എടുക്കുന്നതിനിടയിൽ ഞാൻ ഉണ്ടായി, എനിക്കിനിപ്പോൾ അവരോട് എന്തിനാ കടപ്പാട്? എനിക്കെന്തിനാണ് അവരോട് കടമകൾ? ഇതവിടെ സമൂഹം പതുക്കെ പതുക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ഇതിനെ സ്വീകരിച്ചു തുടങ്ങുകയാണ്. ഇനി ഇവിടെ വൃദ്ധമന്ദിരങ്ങളായിരിക്കും, ഓൾഡ് ഏജ് ഹോമുകളായിരിക്കും, വൃദ്ധസദനങ്ങളുടെ ഒരു കാലമാണ് വരാനിരിക്കുന്നത്. അവരിതിനെ ന്യായീകരിക്കാൻ പറഞ്ഞെന്താ? എന്തിനാ ഇയാളുടെ ഈ യുവാക്കളുടെ അവരുടെ ജീവിതത്തെയും അവരുടെ ജോലിയെയും ഒക്കെ തടസ്സപ്പെടുത്തുന്നത്? അവരുടെ ആസ്വാദനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാ? വൃദ്ധസദനങ്ങളാണെങ്കിൽ നല്ല ഹോം നേഴ്സുമാരുണ്ടാകും, വേണമെങ്കിൽ ഡോക്ടർമാരെ വെക്കാം, നല്ല മെഡിസിൻസ് സമയത്തിന് കിട്ടും, നല്ല ശ്രദ്ധ എല്ലാ സമയത്തും അവരുടെ ബിപിയും ഷുഗറൊക്കെ പിന്നെ പ്രമേഹമൊക്കെ പരിശോധിക്കും അല്ലേ? ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താ? ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ രോഗത്തിന്റെ വേദന കടിച്ചമർത്തി കഴിയുമ്പോൾ മെഡിസിൻ എടുത്തു തരുന്നുള്ളത് മാത്രമാണോ? അല്ല, മരുന്നിനൊപ്പം ലഭിക്കുന്ന ആശ്വാസവാക്കുകളുണ്ട്. ആ പെയിൻ കില്ലറുകളെക്കാൾ നമ്മുടെ ശരീരത്തിന്റെ വേദനകൾക്ക് ശമനം നൽകുന്നത് അവരുടെ ആശ്വാസവാക്കുകളിലാണ്. വേദന സംഹാരികളെക്കാൾ നമ്മുടെ ശരീരത്തിന്റെ വേദനകൾക്ക് ശമനം നൽകുന്നത് അവരുടെ തലോടലുകളാണ്. ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ മരണത്തോട് മല്ലിടുമ്പോ നമ്മുടെ കാതിന്റെ ഓരത്ത് വന്നിരുന്ന് വപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുമ്പോ അയാൾ സ്വർഗ്ഗത്തിൽ പോകുന്ന. മകൻ പറയും അപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വരും തലമുറയിൽ നിന്ന് അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങോട്ടാണ് കാലം നമ്മുടെ സമൂഹത്തെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്നത്. നിന്റെ വാപ്പ നിനക്കൊരു ഭാരമാടാ, നിന്റെ ഉമ്മ നിനക്കൊരു ഭാരമാടാ. അതുകൊണ്ട് ആ ഭാരം ഇറക്കി വെക്ക്, നീ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ഇറക്കി വെക്ക്. നിനക്ക് അവരുടെ ഭാരം നീ ചുമക്കേണ്ടതില്ല. അതുമല്ല, അതിന്റെ അപ്പുറം പറഞ്ഞു, ഈ മരുന്നൊക്കെ കണ്ടെത്തിയതാ ആകെ പ്രശ്നം എന്നാ പറയുന്നത്. അക്രം അക്കിട്ടൂലേ? ഈ മരുന്നൊക്കെ കണ്ടെത്തിയതാ പ്രശ്നം. മരുന്നൊക്കെ കൊടുത്ത് ഇവരുടെ ഇല്ല, മരുന്നൊക്കെ ഇയാൾ പറയുന്ന വേറൊരു വീഡിയോ ശകലുണ്ട്, അപ്പോ കാണിക്കുന്നില്ല. എന്താ പറഞ്ഞറിയോ? മരുന്നൊക്കെ കണ്ടെത്തി ഈ ആളുകളുടെ ആയുർദൈർഘ്യം ഇങ്ങനെ കൂടിയതാ പ്രശ്നമായത്. ഒന്ന് കേൾപ്പിച്ചു. നമ്മൾ ഈ മരുന്നൊക്കെ കണ്ടുപിടിച്ച് തട്ടി പൊക്കി വെക്കുന്ന പോലെ, കമ്പ് കുത്തി വെക്കുന്ന പോലെ ഈ മരുന്ന് കഴിച്ചിട്ട് ചാകാതിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളത്. എത്ര ക്രൂരമായ വാക്കുകളാണ് ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാത്ത ഈ വർഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ക്രൂരമായ വാചകങ്ങളാ. വയസ്സായ ആൾക്കാരെ, നിങ്ങൾ മരുന്നൊന്നും കുടിച്ച് നിങ്ങൾ ഇങ്ങനെ കുറെ കാലം ജീവിക്കണ്ട, വേഗം മരിച്ചു പോയിക്കോളി. ഇയാളുടെ ഭാഷയിൽ പറഞ്ഞ വേഗം ചത്തുപോയിക്കോളി, നാളെ മക്കൾക്ക് ഇവിടെ സുഖമായി ജീവിക്കാം. ഇതാണ് ഒറിജിനൽ ലിബറലിസം. ഇതാണ് യഥാർത്ഥ സ്വതന്ത്രവാദം. കാരണം എന്താ? എന്റെ വാപ്പ എന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ്, തടസ്സമാണ്. എന്റെ വയസ്സായ ഉമ്മ എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാ ഈ ലിബറലിസം സർവനാശം എന്നും പറഞ്ഞ് വിസ്ഡം യൂത്തും ഇസ്ലാമിക് ഓർഗനൈസേഷനും ഒക്കെ ഇറങ്ങിയതെന്ന്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പൊക്കൽ കൊടി ബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹമാണ് ഇവിടെ വളരുന്നത്. പൊക്കൽ കൊടി ബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത സമൂഹം. എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ വാപ്പ ഇടപെടണ്ട, എന്റെ ഉമ്മ ഇടപെടണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. വയസ്സായാൽ വേഗം
ആ മരുന്നൊന്നും കഴിക്കാതെ വേഗം മരിക്കുക, വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ ഒരു കയറൊന്നും ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, വിഷം വാങ്ങിക്കഴിച്ചാലും കുഴപ്പമില്ല. മക്കളുടെ സ്വാതന്ത്ര്യത്തിന് മാതാപിതാക്കൾ തടസ്സമാകരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ദുഷിച്ച സംസ്കാരത്തെ, ഒരു ദുഷിച്ച ജീവിതക്രമത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നിർവഹിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, ഇവര് സൃഷ്ടിച്ചുണ്ടാക്കിയ സമൂഹത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ പരസ്യമായി പറയുമ്പോൾ ഒരു മടിയാണ്, പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ സമൂഹത്തിന്റെ ഗമനം എങ്ങോട്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പെൺകുട്ടിയോട് സ്വയംഭോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിക്കാൻ, ഈ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ വീഡിയോയിൽ, അപ്പൊ അവള് പറയുന്ന ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് കേട്ടു നോക്കി. ഓക്കെ, വീഡിയോ കിട്ടുമ്പോൾ പ്രദർശിപ്പിക്കും. നോക്കി എന്താ പറഞ്ഞതെന്നറിയോ? മാസ്റ്റർബേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ഓക്കെ, ഒന്ന് കേൾക്കാം. If like self masturbation അല്ലെങ്കിൽ ഇപ്പോൾ mutual masturbation everything is very fine and very normal. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്, അവരുടെ ജീവിതം അവരുടെ ഇഷ്ടം. അപ്പോൾ മാസ്റ്റർബേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഉണ്ട്. മുമ്പ് നമ്മുടെ പീസ് റേഡിയോയിൽ ഈ പോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് മോശമായ വീഡിയോസൊക്കെ ഫോണിൽ കമ്പ്യൂട്ടറിലൊക്കെ കണ്ട് അഡിക്റ്റായ ആ വിഷയത്തിലൊരു ചർച്ച നടന്നു. എന്നാൽ ആ വിഷയത്തിൽ സാമാന്യം പഠനം നടത്തിയ ഒരാൾ പറയണ്ടായി, യൂറോപ്പിലൊക്കെ ഇങ്ങനെ അഡിക്ഷൻ ബാധിച്ച ആളുകൾ അവർ പോൺ വീഡിയോ കാണും, എന്നിട്ട് സ്വയംഭോഗം ചെയ്യും, അതിന് അഡിക്റ്റായി. അവിടെ അവരെന്ത് ചെയ്യുന്നറിയോ? ഡി അഡിക്ഷന് വേണ്ടി ഡി അഡിക്ഷൻ ക്യാമ്പുകളിൽ വന്ന് ദിവസങ്ങളോളം മാസങ്ങളോളം കഴിയും. അവിടെ അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോൾ അവരിങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ്, ഇത് ചെയ്യാത്ത 25 ദിവസം എനിക്ക് വിജയകരമായി ഞാൻ പൂർത്തിയാക്കി, 1 മാസം ഞാൻ പൂർത്തിയാക്കി, 50 ദിവസം ഞാൻ പൂർത്തിയാക്കി. ഇതുകൊണ്ട് ബുദ്ധിമുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് അതിപ്പോൾ ഇങ്ങനെ കെട്ടിയിറക്കുകയാണ്. അതൊക്കെ ഭയങ്കര പുരോഗമനാണ്. അതൊക്കെ ആർക്കും എപ്പോഴും ചെയ്യാം. നമ്മളൊക്കെ ചെയ്യാറുണ്ടെന്ന് ഒരു മടിയിലാണ് പറയുക. ആരാണ് ഈ കുട്ടികളെ ഇങ്ങോട്ട് എത്തിച്ചത്? ആരാണ് നമ്മുടെ സമൂഹത്തെ ഇത് പഠിപ്പിച്ചത്? ഇതുപോലെയുള്ള ആളുകളാണ് ഇവരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കി, ഇവിടെ എന്താ പറയാ, ഇങ്ങനത്തെ കുറേ സിനിമകൾ, ഇതുപോലെയുള്ള കുറേ എന്താ പറയാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ പലപ്പോഴും ചില സംഘടനകൾ സ്നേഹത്തിന് ലിംഗാതിർത്തികളില്ല, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ ക്യാമ്പയിനാണ്. എന്താ പറഞ്ഞത്? സ്നേഹത്തിന് ലിംഗാതിർത്തികളില്ല. ആൺകുട്ടി തമ്മിൽ പ്രണയിക്കട്ടെ, പെൺകുട്ടിയും തമ്മിൽ പ്രണയിക്കട്ടെ, അവർ വിവാഹം കഴിക്കട്ടെ, അവരങ്ങനെ ഒരുമിച്ച് ജീവിക്കട്ടെ. സമൂഹത്തിന് ഒരു ഉപകാരവുമില്ലാത്ത, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇവരിലാണ് എന്ന് ആവർത്തിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ വരുമ്പോഴും ഈ സമൂഹത്തെ മാരകമായി ബാധിക്കുന്ന വൃത്തികെട്ട ശീലങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് ഇങ്ങനെയുള്ള ചില ആളുകളാണ്. ഇനി നോക്കിയും ഇവിടുത്തെ നവനാസ്തികരായ ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ, അവരാണ് ഇത്രയും വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ശക്തമായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ പീഡോഫിലിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താ പീഡോഫിലിയ എന്നറിയോ? കുട്ടികളെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്ത പോക്സോ കേസുണ്ട്. എന്നാൽ അതും ഒരു മനുഷ്യന്റെ ചോയ്സാണ്. സ്വതന്ത്രവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളുടെ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ അത് പച്ചക്ക് പറഞ്ഞാൽ പ്രശ്നമാവും. ആണ് ഉരുട്ടിപ്പരട്ടി പീഡോഫിലിയക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നവനാസ്തികൻ നിരീശ്വരവാദി വാദിക്കുന്നു എന്ന് കാണും. അത് പീഡോഫീലിയ തന്നെ ഒരാൾക്കൊരു കുട്ടിയോട് താല്പര്യം തോന്നുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാര്യം ബിക്കോസ് അയാൾ അങ്ങനെ തീരുമാനം എടുക്കില്ല. ഞാൻ കുട്ടികളോടൊക്കെ താല്പര്യം തോന്നി ജീവിക്കാനാണ് തീരുമാനം. അങ്ങനെ ഇറ്റ്സ് നോട്ട് എ ഡിസിഷൻ ഓൺ ഹിസ് പാർട്ട്. എന്താ പറഞ്ഞത്? അയാൾ പിന്നീട് ഇന്ത്യയിലെ സാഹചര്യമൊക്കെ വെച്ചാൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ വാചകം ആലോചിച്ച് നോക്കി. ഒരാൾ പീഡോഫിലിക് ആണെങ്കിൽ, ഒരാൾ കുട്ടികളോട് ലൈംഗികതയിൽ ഏർപ്പെടുക, അങ്ങനെ ഉണ്ട്. ഇവിടെ ഈ LGBTQIA++ എന്ന് പറഞ്ഞ പ്ലസ് ഉണ്ടല്ലോ, ആ പ്ലസ്സിൽ വരുന്നത് അത് ആരും പറയില്ല.
ആ പ്ലസിൽ വരുന്നതാണ് മൃഗരതി. 2 പശുക്കൾ ഒരു നാട്ടിൽ ചത്തു കിടക്കുന്നു. ഒരു നാട്ടിൽ 2 പശുവിനെ ചത്തതായി കണ്ടെത്തി 2 സന്ദർഭങ്ങളിൽ. അതിങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഒരാളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് ഇവൻ ആ പശുക്കളെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇത് ജീവനുള്ള ഒരു ജീവൻ, ഇവനക്ക് ഇന്നൊടുക്കോ. അപ്പൊ അതിനു വേണ്ടി ഇവൻ ആ 2 പശുക്കളെ കൊന്നു. ഈ സ്വതന്ത്രവാദികളുടെ വാദമനുസരിച്ച് മഴവിൽ വർണ്ണങ്ങളിൽ ഒരു വർണ്ണമാണതും. LGBTQIA++ എന്ന് പറയില്ലേ, അതിലെ ഒരു പ്ലസ് ആണ് ഈ മൃഗരതി. വേറൊരു പ്ലസ് ആണ് കുട്ടികളെ ഉപയോഗിക്കുക എന്ന ഏറ്റവും നീചമായ ലൈംഗിക സംസ്കാരം. അതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് അതാണ് താല്പര്യമെങ്കിൽ ഞാൻ അയാളെ കുറ്റപ്പെടുത്തുകയില്ല. കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കണമെന്ന് പരസ്യമായി പറയുന്ന ഇത്തരം നികൃഷ്ട സംസ്കാരങ്ങളെ വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഈ രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ മക്കളെ വഴിപിഴപ്പിക്കുന്നത്. അവരാണ് ഈ സമൂഹത്തെ ഗൈഡ് ചെയ്യുന്നത്. അവരുടെ നാക്കിലൂടെ, അവരുടെ എഴുത്തുകളിലൂടെ, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് അങ്ങേയറ്റം വൃത്തിഹീനമായ സ്വതന്ത്രവാദത്തിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിലെ യുവാക്കളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രചാരണമാണ്. നമ്മൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്ത പ്രചാരണമാണ്. എനിക്ക് തോന്നുന്നു ഇത് 6ാമത്തെ ജനകീയ വിചാരണയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കാസർഗോഡ് ഇതിന് സമാനമായ ജനകീയ വിചാരണ നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള വൃത്തികെട്ട സംസ്കാരം സമൂഹത്തെ പഠിപ്പിക്കുന്നവരുടെ തോലിയുരിച്ച് കാണിക്കാനാണ് നമ്മുടെ തീരുമാനം. അതിന്റെ ഏറ്റവും വലിയ സംഗമമാണ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 11-ാം തീയതി 10-11 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ക്യാപ്ഷനിൽ നാം സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന മഹാസംഗമം. യുവാക്കളെ മുഴുവൻ, കേരളത്തിലെ മുഴുവൻ യുവാക്കളെയും ക്ഷണിക്കുകയാണ്. കഴിയുന്നത്ര ഒരു വലിയ യുവജന മഹാസഞ്ചയം മലപ്പുറത്തിന്റെ ടൗണിൽ ഒത്തുകൂടുമ്പോ ഉറക്കെ നമ്മൾ ഈ വൃത്തികെട്ട സംസ്കാരത്തിന്റെ ആളുകളെ പൊളിച്ചെടുക്കും. നമ്മൾ അവിടെ എല്ലാ നാടുകളിലും ഇതിന്റെ പ്രചാരണവുമായി മുന്നോട്ട് പോകും. ഇവരേതുവരെ പറഞ്ഞു വെച്ചു സുഹൃത്തുക്കളെ, ഒരു മാന്യന്റെ നാക്കുകൊണ്ട് പറയാനിറക്കുന്ന ഒരു വാചകമുണ്ട്, ഇൻസെസ്റ്റ് എന്ന് പറയും. ഇൻസെസ്റ്റ് സെക്സ്. ഇതിങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇനിയും നമ്മളിത് മനസ്സിലാക്കാൻ വൈകിക്കൂടാ. അറിയോ, സ്വന്തം മാതാവിനെ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, സ്വന്തം പെങ്ങളെ, സ്വന്തം മകളെ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. വാക്കുപോലും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അങ്ങേയറ്റത്തെ അരോചകാവസ്ഥയിലായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഒരിക്കലും പ്രയോഗിക്കാൻ കഴിയാത്തൊരു വാചകമാണ്. പക്ഷെ ഇവർ മലയാളത്തിന്റെ മണ്ണിൽ, ഈ നവനാസ്തികർ, ഈ വൃത്തികേടിന്റെ വക്താക്കൾ, അപ്പോസ്തലന്മാർ അതുവരിവിടെ പറഞ്ഞു വച്ചക്ക്. ഒന്ന് കേൾക്കിങ്ങൾ. സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യം. ഇൻസെസ്റ്റ് സെക്സ് ആണെങ്കിൽ പോലും അതിനെ നമ്മൾ എതിർക്കേണ്ടതില്ല. ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർ പരസ്പരം സന്നദ്ധരാണെങ്കിൽ, സമ്മതമാണെങ്കിൽ അവർ ചെയ്യട്ടെ. ഇതൊക്കെ യൂറോപ്പിലുണ്ട്. ആണ് ഇവരെ ഇടക്കിടക്ക് യൂറോപ്പൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞു. ഫ്രാൻസിലൊക്കെ അതുണ്ട്. ഫ്രാൻസ് ഇപ്പം അത് നിരോധിക്കാൻ പോകുന്നു എന്നാ പറഞ്ഞു. ഇത് അനുവദിക്കപ്പെട്ട നാടുകളുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര സംഭവമായിട്ട് കുറെ ആൾക്കാർ പറയും. അവിടെ ഇതൊക്കെ നടക്കുന്നത്. അവിടെ ഭയങ്കര ഹാപ്പിനെസ് ആണെന്ന് പറയും. ഒരു ഹാപ്പിനെസ്സും ഇല്ല. നേരത്തെ അവിടെ ഷംജാസ് സൂചിപ്പിച്ചു, അത് അവിടെയാണ് ആത്മഹത്യകൾ കൂടുതൽ. ഇവരെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കാൻ വേണ്ടി ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാനദണ്ഡം വെച്ചിട്ട് അവിടെയാണ് സന്തോഷം കൂടുതൽ. പക്ഷേ ഏറ്റവും അധികം സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്. മറ്റു രാജ്യങ്ങളെക്കാൾ 28% അധികം എന്നൊരു റിപ്പോർട്ടിൽ കാണുണ്ടായി. ഇവിടെ അല്ലെങ്കിൽ സ്ത്രീകളിലെ തന്നെ 28% സ്ത്രീകളും അവിടെ പീഡിപ്പിക്കപ്പെടുന്നതാണ്. നോർഡിക് പാരഡോക്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ അങ്ങ് കിട്ടും.
അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താ? അങ്ങോട്ട് നോക്കിൻ. റഷ്യ പൂർണ്ണമായി ഇതിനെ നിരോധിച്ചു. ഈ സംസ്കാരത്തെ റഷ്യൻ ഗവൺമെന്റ് ഇതിനെ വിളിച്ചത് എന്താണ്? ജെൻഡർ ഭീകരവാദം എന്നാണ് വിളിച്ചത്. ഭീകരവാദമാണിത്. നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതികളിലൂടെ, പാഠപുസ്തകത്തിലൂടെ, NSS ക്യാമ്പുകളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ച വൃത്തികേടിനെ റഷ്യൻ ഗവൺമെന്റ് വിളിച്ചത് ഇത് ഭീകരവാദമാണെന്ന്. ജെൻഡർ പൊളിറ്റിക്സിനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്കും തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ സുഹൃത്തുക്കളെ, ഇത് നിസ്സാരമായ കാര്യമല്ല പഠിപ്പിക്കുന്നത്. ഇത് തുടങ്ങുന്നത് ഒരു ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നിടത്താകും. ഇത് തുടങ്ങുന്നത് ഒരു പെൺകുട്ടിക്കൊന്ന് കൈ കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ടാവും. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം? ഒരു സിനിമ കണ്ടാൽ എന്താ കുഴപ്പം? ഒരു കൊറിയൻ BTS കണ്ടാൽ, ഒരു K-pop കണ്ടാൽ, ഒരു K-ഡ്രാമ കണ്ടാൽ, ഒരു തുർക്കി വെബ് സീരീസ് കണ്ടാൽ എന്താ കുഴപ്പമെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. പക്ഷേ പിന്നെ അവരവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള ബ്ലോഗർമാരുടെ വീഡിയോ ചാനലുകൾ കണ്ട് അതിനഡിക്റ്റായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇത്തരം വൃത്തികെട്ട സംസ്കാരമാണ്. തടയാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകൾ അതിന്റെ ഇസ്ലാമികവൽക്കരണമാണ്. നമ്മുടെ കയ്യിൽ 5 ഇഞ്ച് സ്ക്രീൻ ഉണ്ടല്ലോ, 6 ഇഞ്ച് സ്ക്രീൻ ഉണ്ടല്ലോ, അതിന്റെ ഇസ്ലാമികവൽക്കരണമാണ്. എല്ലാതും കാണാനുള്ളതല്ല ഫോൺ. നല്ലത് കേൾക്കാനുള്ളതാണ്, നല്ലത് കാണാനുള്ളതാണ്. തീർത്തും നിരുപദ്രവം എന്ന് കരുതുന്ന ഭക്ഷണ വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗുകൾ, അതിലൂടെ പോലും ഇത്തരം സ്വതന്ത്രവാദങ്ങൾ ഒളിച്ചു കടത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെ ഇസ്ലാമികവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. 90% ഈ സ്വതന്ത്രവാദത്തിന്റെ കടന്നുകയറ്റത്തെ, ഇത്തരം വൃത്തികെട്ട സംസ്കാരങ്ങളുടെ കടന്നുകയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടിനകത്ത് ഒരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാകണം. നമ്മൾ പ്രവാചകന്റെ സുന്നത്ത് പഠിക്കുന്നവരാകണം. നമ്മൾ വെള്ളിയാഴ്ച ജുമഅയിൽ, അതിന് ആഴ്ചയിൽ ഒരു 500 രൂപ ഓട്ടോറിക്ഷയ്ക്ക് വാടക കൊടുക്കേണ്ടി വന്നാലും കുടുംബസമേതം ഖുത്ബ കേൾക്കുന്ന ആളുകളായി നമ്മൾ മാറണം. എല്ലാ ആഴ്ചയും ഒരു ഖുർആൻ ക്ലാസിന്റെ ഭാഗമായി നമ്മൾ മാറണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൈജ്ഞാനിക സദസ്സുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. CRE-കളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വിജ്ഞാനവേദികളിൽ നമ്മൾ ഉണ്ടാകണം, നമ്മുടെ കുടുംബം ഉണ്ടാകണം, നമ്മുടെ മക്കൾ ഉണ്ടാകണം. എന്നാൽ ഇതിനെ നിയന്ത്രിക്കാൻ, ഇതിനെ പിടിച്ചുകെട്ടാൻ, നമ്മുടെ വീടകങ്ങളിലേക്ക് ഈ ദുഷിച്ച സംസ്കാരം വരുന്നതിന് തടയിടാൻ നമുക്ക് സാധിക്കണം. പ്രവാചകന്റെ ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അർറജുലു അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫല്യൻദുർ അലാ മൻ യുഹാലിൽ. അതുകൊണ്ട് തന്റെ കൂട്ടുകാരൻ ആരാകണമെന്ന് കൂട്ടുകാരനെ സ്വീകരിക്കുമ്പോൾ നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കുക. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അത് കൂട്ടുകാരൻ മാത്രമല്ല, താൻ പ്രവർത്തിക്കുന്ന സംഘടന, താൻ അംഗമായിട്ടുള്ള ക്ലബ്ബ്, തന്റെ പിയർ ഗ്രൂപ്പ്, താൻ പഠിക്കുന്ന സ്ഥാപനം, ഞാൻ സ്വീകരിക്കുന്ന ഹോസ്റ്റൽ മുറി, ഇവിടെയെല്ലാം നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകണം. എപ്പോഴും ഞാൻ കാണുന്ന സോഷ്യൽ മീഡിയയിലെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ കാണുന്ന വീഡിയോസ്, ഇതെല്ലാം എന്നെ സ്വാധീനിക്കും. അവിടെയൊക്കെ നമ്മൾ ശക്തമായ ജാഗ്രത പാലിച്ചാൽ ഇതിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി കേരള യൂത്ത് കോൺഫറൻസ് ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 10, 11 തീയതികളിൽ മലപ്പുറത്തേക്ക്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.